ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ചിക്കനും മുട്ടയും ഒന്നും ഇല്ലാണ്ട് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി നോക്കിയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് റെഡിയാക്കുന്നത് ഫലാഫിൽ ടാക്കോസ് ആണ് കേട്ടോ. ഇതിപ്പോൾ ഈ ടാക്കോസ് ഇല്ലേ, റെഡിമെയ്ഡ് നമുക്ക് വാങ്ങാനും കിട്ടും കേട്ടോ. അതിപ്പോൾ നമുക്ക് വീട്ടിലെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ മൈദ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഒന്നും കൂടി ഹെൽത്തി ആക്കണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയില്ലേ, അത് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അത് വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു ചപ്പാത്തി പോലെ ചുട്ടെടുത്തിട്ട് അങ്ങനെയും ചെയ്യാം. ഇനിയിപ്പോൾ ഇതാ 1.5 കപ്പ് മൈദയിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുഴക്കുന്നതിൻ്റെ ഇടയിൽ സൺഫ്ലവർ ഓയിലില്ലേ, അതും കൂടി ഒഴിച്ച് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല സോഫ്റ്റ് ഡോ ആക്കിയിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. 2 സൈഡിലും കുറച്ച് ഓയിലൊന്ന് ആക്കി കൊടുത്തിട്ട് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ട. നമ്മളിതിൻ്റെ ബാക്കിയുള്ള ഫില്ലിംഗ് എല്ലാം റെഡിയാക്കുന്ന സമയം കൊണ്ട്, ഫലാഫിൽ റെഡിയാക്കുന്ന സമയം കൊണ്ട് അത് റെസ്റ്റ് വെച്ചാലും മതി. ഇനിയിപ്പോൾ ഇതാ ഞാനിപ്പോൾ 1 കപ്പ് ഈ വെള്ളക്കടയിലെ ചെനാദാൽ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അതെടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് എരിവിന് ആവശ്യത്തിന് 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക കേട്ടോ. ഒരു കുഞ്ഞു ഉള്ളി 4 ആയിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. മല്ലിയില, പുതിനയില, എന്തൊക്കെ ലീഫാണ് ഉള്ളത് അതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ 4 വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വെള്ളം ഒഴിക്കാണ്ട് എന്താ പറയുക, അരക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ അരക്കുക. അല്ലെങ്കിൽ ഒരു കുറച്ച് വെള്ളം ഒന്ന് എന്താ പറയുക, 1 ടേബിൾ സ്പൂൺ വെള്ളം അത്രയും മതിയാവും. എന്നിട്ട് നല്ലോണം അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതത് ഞാൻ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ തന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് കുഴച്ചിട്ട് അത് മാറ്റി വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവില്ലേ, അത് നല്ലോണം സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് എടുക്കാം. എന്നിട്ട് പൂരിൻ്റെ വലുപ്പത്തിൽ പരത്തി എടുക്കാം കേട്ടോ. ഭയങ്കര കട്ടിയിൽ വേണ്ട, എന്നാൽ നല്ല തിന്നായിട്ട് തന്നെ പരത്തി എടുക്കാൻ നോക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ നല്ല തിന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമുക്കിതൊന്ന് ചുട്ടെടുക്കാം കേട്ടോ. നമ്മൾ ചപ്പാത്തിയൊക്കെ ചുടുന്നത് പോലെ തന്നെ ചുട്ടെടുത്താലും മതി. ഓയിലൊന്നും ബ്രഷ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ഞാൻ ആദ്യത്തെ ഒരു 3-4 എണ്ണം റെഡിയാക്കിയിട്ട് അത് ആദ്യം ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും, ഒരുപാട് സമയമൊന്നും എടുക്കൂല. കുറച്ച് സമയം വെച്ചത് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് 2 സൈഡും ഇതേപോലെ ഗോൾഡൻ കളർ ആയാലും നമുക്കിതിൽ നിന്ന് എടുക്കാം. ആ സമയം കൊണ്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫലാഫിലിൻ്റെ മിക്സ് ഇല്ലേ, അത് ഇതേപോലെ ഇതിലേക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കുക കേട്ടോ. കൈ വെച്ചിട്ട് ചെയ്യുമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമുക്ക് സ്പൂൺ വെച്ചിട്ടാണെങ്കിൽ നമ്മളെ സൗകര്യം പോലെ ചെയ്തെടുക്കാം. എന്നിട്ട് ഈ വേറൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് 2 സൈഡും മൊരിപ്പിച്ചെടുക്കുക കേട്ടോ. നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താലും മതി. 2 സൈഡ് നല്ലോണം മൊരിപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതാ ഞാനിതിവിടെ നല്ലതുപോലെ മൊരിപ്പിച്ചെടുത്തിട്ടുണ്ട്. 2 സൈഡും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റും ക്യാബേജും ക്യാപ്സിക്കമാണ് കേട്ടോ എടുത്തത്. അതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പൊന്നും ഇടുന്നില്ല, ജസ്റ്റ് പ്ലെയിനായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് ഫലാഫിൽ ടാക്കോസ് ഇല്ലേ, അതിലേക്ക് നമ്മൾ ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വെച്ച് കൊടുക്കാം. അതിതേപോലെ മടക്കി പിടിച്ചിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടാണ് അതുള്ളത്. നോമ്പ് തുറക്കുന്ന സമയത്തെല്ലാം ഇങ്ങനത്തെ സ്നാക്സൊക്കെ കഴിക്കാൻ എന്താ പറയുക, ഒന്നും കൂടി ഹെൽത്തി അല്ല. എന്താ പറയുക, എണ്ണയിലൊന്നും നമ്മൾ ഫ്രൈ ചെയ്യുന്നില്ല. ഇത് നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അതാകുമ്പോൾ ഒന്നും കൂടി നല്ല ഹെൽത്തി ആയിരിക്കും. ഇനിയിപ്പോൾ ഇതാ ഞാനിവിടെ ഇതിൻ്റെ മേലെ ഗാർലിക് സോസ് ഇല്ലേ, അതാട്ടോ സ്പ്രെഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയും. അപ്പോൾ ഓക്കെ.